സമുദ്രത്തിനക്കരെ മധ്യപൗരസ്ത്യദേശത്ത് ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നു. ലോകചരിത്രത്തിൽ ഈ രാഷ്ട്രം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, തുടർന്നും വഹിക്കും. ബൈബിളിലുടനീളം ഇസ്രായേലിയരെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നാണ് പരാമർശിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ പുതിയ ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ആളല്ലെങ്കിൽ പോലും, നിങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവം ഇസ്രായേലിനെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ഇസ്രായേലിന്റെ പ്രത്യേകത എന്താണ് അവരെ മറ്റേതൊരു ജനതയിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്? ദൈവം ഭൂമിയിലെ എല്ലാ ജനതകളെയും പരിശോധിച്ച് അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞതായി ആ പദം തന്നെ തോന്നിപ്പിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ അവരെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി പരാമർശിക്കുന്നുവെന്ന വസ്തുത നിങ്ങളെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. ദൈവം ഇസ്രായേലിനെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുത്തില്ല, അവൻ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. പലപ്പോഴും നിങ്ങൾ ഇസ്രായേലിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു ജനതയുടെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്, അതാണ് അവർ ഇപ്പോൾ. പക്ഷെ അവർ എപ്പോഴും അങ്ങനെയായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേൽ എന്നൊരു ജനത നിലവിലില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. കാരണം അത് നിലവിലില്ലായിരുന്നു. ഒരു നിമിഷം ഒരു ജനതയെയല്ല, മറിച്ച് ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജനതയ്ക്കുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ തുടക്കം അവർ ഒരു ജനതയായപ്പോൾ ആരംഭിച്ചില്ല, അത് ഒരു മനുഷ്യനിൽ നിന്നാണ് ആരംഭിച്ചത്, അബ്രഹാം. കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നിന്റെ ദേശത്തെയും നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഭൂമിയിലുള്ള സകല ജനതകളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഈ വാഗ്ദാനത്തിൽ നിന്ന് ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അവൻ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു, ആ മനുഷ്യനിൽ നിന്ന് ഒരു ജനതയെ നിർമ്മിച്ചു. ദൈവം യാദൃശ്ചികമായി ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു എന്നല്ല, അവൻ ഇസ്രായേലിനെ ഒരു വലിയ ജനതയാക്കി. ദൈവം ഇത് ചെയ്യുന്നത് അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിന്റെ നിവൃത്തിയായിരുന്നു. ഇത് ഇസ്രായേലിനെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കുന്നില്ല, അവൻ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനാൽ ദൈവത്തെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കുന്നു. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞതിനുശേഷം യഹോവ അവനോട് പറഞ്ഞു, നീ ഇരിക്കുന്നിടത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും തരും.